വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പുത്തൻ പ്രതീക്ഷയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച റിച്ചാർഡ് റിംഗ് സുലൈമാൻ എന്ന വ്യക്തി നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. പ്രശസ്തമായ മെസഞ്ചേഴ്സ് ഹോസ്പിറ്റലിൽ 2 മാസം മുമ്പ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ റിംഗ് സുലൈമാൻ ഇന്ന് മരണത്തിന് കീഴടങ്ങി. വൈദ്യശാസ്ത്ര രംഗത്തും 10,000-കണക്കിന് ജനങ്ങൾക്കും പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് അദ്ദേഹം 2 മാസം മുമ്പ് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിക്കുകയുണ്ടായി. ലോകത്തിനാകമാനവും വൈദ്യശാസ്ത്ര രംഗത്തും പുതുപുത്തൻ ആശയങ്ങളുമായി മുന്നോട്ട് വരാനും അദ്ദേഹം കാണിച്ച ധീരത ഇനി വരും തലമുറയ്ക്കും അത് ഉൾക്കൊള്ളാനും വീണ്ടും അവയവങ്ങൾ കാത്തു നിൽക്കുന്ന ജനങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷ പ്രകടിപ്പിക്കാം. തീർച്ചയായും റിംഗ് സുലൈമാനെ പോലുള്ള വ്യക്തികൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. 2 മാസം മുമ്പ് മാർച്ചിലായിരുന്നു അദ്ദേഹം ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ചത്. അതിനുശേഷം മെസഞ്ചേഴ്സ് ഹോസ്പിറ്റലിൽ 2 മാസവും ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഹോസ്പിറ്റൽ അധികാരികൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ആ വൃക്ക തീർച്ചയായും ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ MGH അധികാരികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ വൃക്ക ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയായിരുന്നു. എന്നാൽ അമിതമായ രക്തസമ്മർദ്ദവും പ്രമേഹവും കൊളസ്ട്രോളും കാരണം ശരീരത്തിൽ വൃക്കയുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയായിരുന്നു. അതിനാലാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ഇനിയുള്ള സമൂഹത്തിൽ ഇനിയുള്ള തലമുറയ്ക്ക് ഇതൊരു പ്രയോജനമായി കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.